ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മൾ വചന വായനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം, അല്ലെങ്കിൽ തമ്പുരാൻ എനിക്ക് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നൊരു സന്ദേശം ഇതാണ്: വചനം വായിക്കുന്നവര് ഭക്ഷിച്ച് തൃപ്തരായവരും വിളമ്പി ധന്യരാകുന്നവരുമാണ്. വചനം വായിക്കുന്നവര് ഭക്ഷിച്ച് തൃപ്തരാകുന്നവരും വിളമ്പി ധന്യരാകുന്നവരുമാണ്. ഭാരത സങ്കല്പത്തില് അന്നം എന്നൊരു വാക്കുണ്ട്. അന്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളത്തില് അതിന്റെ അർത്ഥം ചോറെന്നാണ്. പക്ഷെ ഭാരത സംസ്കാരത്തില് അതിന്റെ അർത്ഥം വളരാൻ സഹായിക്കുന്ന എന്തും അന്നമാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ഭക്ഷണം, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങള്, കാണുന്ന കാര്യങ്ങള്, വായിക്കുന്ന കാര്യങ്ങള്, ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങള്, ഇതെല്ലാം അന്നമാണ്. ഈ അന്നമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, അല്ലെങ്കിൽ ജീവജാലങ്ങളെ ജീവജാലങ്ങളാക്കുന്നത്. ഏതൊരു അന്നമാണോ ആ ജീവജാലം സ്വീകരിക്കുന്നത്, മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും എന്താണോ സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കുന്നതിനനുസരിച്ച് അവരുടെ ജീവിതം മാറും. നമുക്കറിയാം, പുല്ലിന് നമ്മൾ വിഷം അടിക്കുന്നുണ്ട്. പുല്ലിന് വിഷം അടിക്കുമ്പോൾ ആ പുല്ലിന് കിട്ടുന്ന വിഷമാണ്. ആ വിഷം സ്വീകരിക്കുന്നതോടുകൂടെ പുല്ലില്ലാണ്ടാവുക. ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണോ സ്വീകരിക്കുന്നത് അത് അനുസരിച്ചാണ് ജീവിതത്തിന്റെ പുഷ്ടി. അപ്പോൾ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ സമൃദ്ധമായ ജീവനുണ്ടാകും. അപ്പൊ ക്രിസ്തു പറഞ്ഞൊരു വാക്ക് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്: ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധമായ ജീവന് വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നത്. ആ സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത് ഈ അന്നമാണ്, ഭക്ഷണമാണ്, അത് വചനമാണ്. ആ വചനം സ്വീകരിച്ചു കഴിയുമ്പോഴാണ് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുക. അപ്പൊ ജീവന് തന്നെ പല സ്റ്റേജ് ഉണ്ടെന്ന് ക്രിസ്തു പറയുക. ജീവനുള്ളവര്, സമൃദ്ധമായ ജീവനുള്ളവര്, ശുഷ്കിച്ച ജീവനുള്ളവര്, മരിച്ചുപോയവര്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപം ചെയ്യുന്നവരൊക്കെ മരിച്ചുപോയവരാ. അപ്പം ഈ ജീവന്റെ അടയാളത്തെ നമ്മളൊന്ന് മുഖവിലേക്ക് എടുക്കുന്നത് നല്ലതാണ്. അത് അന്നം എന്താണ്, നമ്മുടെ അന്നം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താണോ നമ്മൾ ആഹരിക്കുന്നത്, നമ്മൾ സ്വീകരിക്കുന്നത്, അതാണ് അന്നം. അപ്പൊ ആ അർത്ഥത്തില് ബൈബിളിന്റെ ഭാഷയിൽ ചില വചനങ്ങളുടെ പൊരുളുകൾ നമ്മൾ എടുക്കുമ്പോൾ വചനമാണ് ഭക്ഷണം എന്ന് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വചനം വായിക്കുന്നവര് ഭക്ഷണം സമൃദ്ധമായിട്ട് കഴിക്കുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഈ ഒരു വാക്യത്തിലാണ് ഇന്നത്തെ സന്ദേശം മുഴുവൻ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യും. അപ്പൊ അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യണമെങ്കിൽ ആദ്യം അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിയണം, അവനെ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് അറിയണം. ഇത് രണ്ടും അറിയണമെങ്കിലുള്ള ഏക മാർഗം വചനം വായിക്കുക എന്ന് മാത്രമുള്ള. രണ്ടാമത്തെ ഘട്ടമാണ് അത് പൂർത്തിയാക്കുക, വചനം പ്രഘോഷിക്കുക എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങള്, അവന്റെ ഇഷ്ടം അറിയുക, അവൻ ഏൽപ്പിച്ചേക്കുന്ന ദൗത്യം എന്താണെന്ന് അറിയുക, അത് പ്രവർത്തിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യ ഘട്ടമാണ് അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുക, അവന്റെ ജോലി, അവൻ നമ്മളെ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് അറിയുക. ഇത് രണ്ടും അറിയണമെങ്കിലുള്ള ആദ്യ മാർഗം വചന വായനയാണ്. രണ്ടാം മാർഗം അത് ജീവിക്കുക എന്നുള്ളത്. ആ ജീവിതമാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ വിളമ്പി ധന്യരാകുക എന്ന് പറഞ്ഞ
വാക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആദ്യം ഭക്ഷിച്ച് തൃപ്തരാകുക എന്ന് പറഞ്ഞ ആദ്യ ക്യാപ്ഷനിലേക്ക്, ആദ്യ ഹെഡിങ്ങിലേക്ക് നമുക്ക് വരാം. വെളിപാടിന്റെ പുസ്തകം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ പ്രകാരം വായിക്കുകയാണ്: ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഈ വാക്കുകൾ അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ആ ചെറിയ ചുരുൾ എന്താണ്? വളരെ ധ്യാനപൂർവം നോക്കുമ്പോൾ നമുക്ക് വലിയ ചുരുളുണ്ട്, ചെറിയ ചുരുളുണ്ട്. വലിയ ചുരുള് പഴയ നിയമവും ചെറിയ ചുരുള് പുതിയ നിയമവുമാണ്. കാരണം പഴയ നിയമത്തിലെ നിയമങ്ങള് 10 പുതിയ നിയമത്തിലെ നിയമങ്ങൾ 2, വീണ്ടും അത് 1 സ്നേഹം എന്ന ഒറ്റ നിയമത്തിൽ അത് ചുരുക്കി. അപ്പൊ ഇത് ചെറിയ ചുരുളാണ്. അപ്പോൾ ആ ചെറിയ ചുരുൾ ഞാൻ ചോദിച്ചു. ഈ ചെറിയ ചുരുളാണ് നമ്മൾ ചോദിക്കേണ്ടത്, സ്നേഹത്തിന്റെ ചുരുളാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നർത്ഥം. അപ്പോ ദൂതൻ പറഞ്ഞത് അതെടുത്ത് വിഴുങ്ങുക എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കേണ്ട കാര്യമില്ല. വിഴുങ്ങലില് ചവയ്ക്കലില്ല, ആസ്വദിക്കലില്ല. നമ്മുടെ ശാരീരിക ഘടനയില് നാവിൽ ചെല്ലുന്ന സാധനത്തെ അല്ലെങ്കിൽ അതിക്ക് മുമ്പേ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഒരു ഭക്ഷണം നമ്മൾ കണ്ണിൽ കാണുന്നു, കണ്ടിട്ട് പറ്റിയതാണെങ്കിൽ മാത്രം കണ്ണാദ്യം അതിനെ സ്ക്രീൻ ചെയ്യും. അത് പറ്റിയതാണെങ്കിൽ മാത്രമേ കണ്ണെടുക്കുള്ളൂ. കണ്ണിന് പറ്റാത്തതാണെങ്കിൽ അപ്പം തന്നെ ഉപേക്ഷിക്കും. വൃത്തികേടായിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ഭക്ഷണം ഇരുന്നാൽ ഈച്ച വന്നിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ആ ഭക്ഷണം ഉപേക്ഷിക്കും. രണ്ടാമത് നമ്മളത് കൈകൊണ്ട് എടുക്കും. കൈക്ക് പറ്റിയില്ല എങ്കിൽ, കൂടുതൽ വെന്തു അളിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭക്ഷണം എടുക്കില്ല. മൂന്നാമത് ആ ഭക്ഷണം കൈകൊണ്ട് എടുത്ത് നോക്കിയാൽ കൈയും കണ്ണും അക്സെപ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം വായുടെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പൊ മൂക്ക് തീരുമാനിക്കും. വൃത്തികെട്ട സ്മെല്ലാണെങ്കിൽ നമ്മൾ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് നാക്ക് തീരുമാനിക്കും. നാക്ക് തീരുമാനിക്കുന്നത് ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ആ ടേസ്റ്റിന്റെ നാക്കിന്റെ തുമ്പത്ത് ഉള്ള ടേസ്റ്റുകള് ടെമ്പോറിയൽ ടേസ്റ്റുകളും അണ്ണാക്കിലുള്ള ടേസ്റ്റ് ബഡ്സ് അല്പം കൂടി ഈ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന ടേസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് പഴയ അമ്മമാര് പറയണേ, ഒരു ഭക്ഷണം എടുത്തു കഴിയുമ്പോൾ അത് മോശമാണെന്ന് കെട്ടിയവനോ മക്കളോ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളത് തൊട്ട് അണ്ണാക്കിലേക്ക് വെച്ച് നോക്കും എന്ന് പറയണം. അപ്പൊ അണ്ണാക്കിലേക്ക് വെക്കുക എന്ന് വെച്ചാൽ അതിന്റെ പൊരുൾ ഇതാണ്: ടേസ്റ്റ് ബഡ്സ് അകത്തുള്ള ടേസ്റ്റ് ബഡ്സ് കുറച്ചുകൂടി നിലനിൽക്കുന്ന ടേസ്റ്റാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ ടേസ്റ്റ് നിലനിൽക്കും. വീണ്ടും നമ്മുടെ പല്ല് ടെസ്റ്റ് ചെയ്യും. മുടിയുണ്ടോ, കല്ലുണ്ടോ, ഇത് ഒക്കെ ഉണ്ടെങ്കിൽ പല്ല് ടെസ്റ്റ് ചെയ്തിട്ട് അത് പറ്റിയില്ലെങ്കിൽ പല്ല് ഉപേക്ഷിക്കും. ഇത് കഴിഞ്ഞിട്ട് വയറ് ടെസ്റ്റ് ചെയ്യും. വയറിന് പറ്റാത്തതാണെങ്കിൽ അത് ലൂസ് മോഷൻ ആക്കും, അല്ലെങ്കിൽ ഒബിറ്റിനായിട്ട് കളയും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്: ഇതെടുത്ത് വിഴുകുക എന്ന് പറഞ്ഞാല് ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കപ്പെടുക എന്ന് തന്നെയാണ് അർത്ഥം. വിഴുങ്ങലിന്റെ പൊരുൾ അതാണ്. നീ ടെസ്റ്റുകളൊന്നും നടത്തണ്ട. പുതിയ നിയമം നീ വായിക്കുമ്പോൾ ഇതിന്റെ വരുംവരായികൾ എന്താ, ഇത് നമുക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഇതിനെങ്ങനെ നമുക്ക് പറ്റിയ പരുവത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാം എന്ന് പറയുന്ന ചില പൊരുളുകളുണ്ട്. ആ പൊരുളുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ വായിക്കണം. വിഴുങ്ങുക എന്ന് പറയുന്ന പദപ്രയോഗം വചനത്തെ ഒരുപാട് വ്യാഖ്യാനിച്ച് വൃത്തികേടാക്കി അവനവന് പറ്റുന്ന വിധത്തിലാക്കി എടുക്കുക എന്നുള്ളതല്ല, വചനത്തെ ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് വിഴുങ്ങുക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇനി അത് വിഴുങ്ങി കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അത് വിഴുങ്ങുമ്പോൾ നിന്റെ വായില് തേനായിരിക്കും, ഉദരത്തില് അത് കയ്പായിരിക്കും. എന്താണ് ഉദരത്തിലെ കയ്പ്? ഈ വചനത്തെ സത്യത്തിൽ ധ്യാനിക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ ആകപ്പൊരുള്. അങ്ങനെ ധ്യാനിച്ച് ജീവിക്കുമ്പോൾ വചനം വായനയിലൂടെ നമുക്ക് വലിയ മധുരമുണ്ട്. ആ മധുരത്തിന്റെ അനുഭവമാണ് നമ്മളെ എപ്പോഴും ഈ വചന വായനയ്ക്ക് വേണ്ടിയിട്ട് നിലനിർത്തുന്നത്. ഇന്ന് വായിച്ചു, നാളെയും വായിച്ചു, എന്നിട്ട് രാവും പകലും ഉറക്കൊളിച്ച് നമ്മളെ ചില നഷ്ടങ്ങൾ സഹിച്ച്
നമ്മുടെ വചനത്തെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ഈ തേൻ പോലെ മധുരിക്കുന്ന വചനം വായിക്കുമ്പോൾ ഒരു സ്വസ്ഥത കിട്ടുന്നു, ഒരു സമാധാനം കിട്ടുന്നു, ഒരു സന്തോഷം കിട്ടുന്നു, ഒരു അനുഗ്രഹം കിട്ടുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് മതിരിപ്പുകളുണ്ട്. ഈ മതിരിപ്പുകൾ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ കയ്പായിട്ട് മാറും. അതാണ് ഉദരത്തില് കഴിക്കും എന്ന് പറയുന്നത്. അത് പ്രായോഗികമായിട്ട് വരുമ്പോൾ, വചനം നമ്മൾ പ്രയോഗത്തിൽ വരുമ്പോൾ കഴിക്കും എന്ന് തന്നെയാണ്. ഏതായാലും ഇത് ഭക്ഷണമാണ് വചനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജെറമ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുകയാണ്: അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പോൾ ജെറമ്യാ പ്രവാചകനെ ദൈവം വിളിച്ച് അവനെ ഈ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. കർത്താവ് കൈനീട്ടി അധരത്തിൽ സ്പർശിച്ചിട്ട് പറയുകയാണ്, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മുടെ നാവില് വചന നിക്ഷേപം നടത്തുന്ന പ്രവാചകന് കിട്ടിയ അനുഭവമാണ് ഓരോ വചന വായനയിലും നമ്മളുള്ളത്. നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ നാവില് ഇത് നിക്ഷേപിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ കർത്താവ് കൈനീട്ടി തൻ്റെ വചനത്തെ നമ്മുടെ നാവിൽ നിക്ഷേപിക്കുന്ന കർമ്മത്തിന്റെ പേരാണ് വചനവായന. ഇത് കടുപ്പമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കർത്താവ് കൈനീട്ടി നമ്മുടെ അധരത്തിൽ സ്പർശിച്ച് വചനം ഏൽപ്പിക്കുന്ന ദൗത്യം, അല്ലെങ്കിൽ പ്രവാചക ദൗത്യം, ജെറമ്യായ്ക്ക് കിട്ടിയ പ്രവാചക ദൗത്യമാണ് ഈ വചന വായനയിലൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് ഇതെന്ന് സാരം. വീണ്ടും നമ്മൾ ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, നാവിൽ ഏൽപ്പിക്കുന്നതൊക്കെ ഭക്ഷണമാണല്ലോ. മത്തായിയുടെ സുവിശേഷത്തില് പറയുന്ന ഒരു കാര്യം, 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, അത് യേശുവിന്റെ പ്രലോഭനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4-ാമത്തെ വാക്യം നമ്മൾ പ്രകാരം വായിക്കുകയാണ്: യേശു പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പൊ മനുഷ്യ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് ഭക്ഷണം അല്ല, നേരെ ഭക്ഷണം മാത്രമല്ല. ഭക്ഷണം വേണം, തീർച്ചയായിട്ടും വേണമെന്നല്ല പറയാം. ഭക്ഷണം മാത്രമല്ല, ദൈവത്തിന്റെ വാക്കാണ് എന്നുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചിന്ത ഇതാണ്: നമ്മുടെ കേരളത്തില് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആത്മഹത്യ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ആത്മഹത്യ ഉണ്ടാകുന്നത്? കേരളത്തില് ഭക്ഷണമില്ലാത്തവര് വളരെ കുറവാണ്, വസ്ത്രമില്ലാത്തവര് അതിലും കുറവാണ്, പാർപ്പിടമില്ലാത്തവര് കുറവാണ്. അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങള് എന്ന് പറയുന്ന കാര്യങ്ങള് ഇല്ലാത്തത് കൊണ്ടല്ല മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു. അല്ലെങ്കിൽ സൈക്കോളജി പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളായതുകൊണ്ടുകൂടി പറയുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് നിരാശ വരികയും ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ പുറപ്പെട്ടു പോകണം എന്നൊക്കെ ചിന്തിക്കാത്ത മനുഷ്യരില്ല എന്നാ പറയണേ. എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ട് പുറപ്പെട്ടു പോകണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, നാട് വിട്ടു പോകണം എന്നൊക്കെ ചിന്തിക്കാത്ത മനുഷ്യർ കുറവാണെന്ന്. അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും നമുക്ക് ഈ അടിസ്ഥാന ആവശ്യങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മളെ നിലനിർത്താനായിട്ട് ചില വാക്കുകളില്ലാതെ പോകുന്നു എന്നുള്ളത്. ആ വാക്കില്ലാതെ പോകുന്നതിന്റെ പേരിലാണ്, ചില ഉറപ്പുകളില്ലാതെ പോകുന്നതിന്റെ പേരിലാണ് ആത്മഹത്യകൾ വരിക എന്നാണ് അർത്ഥം. അപ്പോൾ വചനം നമുക്ക് തരുന്നത് ചില ഉറപ്പുകളാണ്. എന്തുറപ്പ്? ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇതിക്കും മേലെ ഒരു കാര്യമുണ്ട്, ഈ ഇരുള് മാറി വെളിച്ചമാകും, ഈ കയറ്റം മാറി ഇറക്കമാകും, ഈ മഴ തോർന്ന് തോർച്ചയുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു ഉറപ്പാണ് വചനം നമുക്ക് പ്രദാനം ചെയ്യുക. അപ്പൊ ഈ വാക്കില്ലാതെ, വചനമില്ലാതെ, ദൈവത്തിന്റെ വാക്കില്ലാതെ എങ്ങനെയാ ജീവിക്കുക? മനുഷ്യൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾക്ക് എന്താണ് ഉത്തരം? ജോബിന്റെ പുസ്തകം ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്: എന്തുകൊണ്ട്
നീതിമാൻ കഷ്ടപ്പെടുന്നു, അല്ലെ നീതിമാന് പ്രശ്നം ഉണ്ടാകും. ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും, ഇത്രയൊക്കെ വചനം വായിച്ചിട്ടും, ഇത്രയൊക്കെ വചനപ്രഘോഷം നടത്തിയിട്ടും, ഇത്രയൊക്കെ തീക്ഷ്ണമായ വിശ്വാസ ജീവിതം നയിച്ചിട്ടും എന്തുകൊണ്ട് ദുരിതങ്ങൾ ഉണ്ടാകുന്നു, കഷ്ടപ്പാടുണ്ടാകുന്നു, ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, വേദനകൾ ഉണ്ടാകുന്നു, സഹനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം വചനമാണ് പ്രദാനം ചെയ്യുക. അപ്പോ അപ്പം മാത്രം കിട്ടിയാൽ പോരാ, ദൈവത്തിന്റെ വായിൽ നിന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണ് നമ്മുടെ ഭക്ഷണം എന്ന് വരുന്നു. അപ്പോ ഈ കാര്യം നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ വചനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വചനമാണ് നമ്മുടെ ഭക്ഷണം, അന്നമാണ് നമ്മുടെ വചനം എന്ന് വരും. ഈ വചനത്തെ ഭക്ഷിച്ച് തൃപ്തരാകുക ആദ്യത്തെ ഭാഗത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരികയാണ്. നമ്മൾ ഭക്ഷിച്ച് തൃപ്തരാകുന്നത്. അപ്പൊ ഭക്ഷിക്കുക എന്നുള്ള ആദ്യ ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത്. ഈ ആദ്യ ഭാഗത്തിന്റെ തന്നെ രണ്ടാം ഭാഗം തൃപ്തരാകുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 68-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുകയാണ്. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അത് പറഞ്ഞ പശ്ചാത്തലം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകള്, വചനങ്ങള് പലർക്കും അസ്വസ്ഥയുണ്ടാക്കി, പലർക്കും മനസ്സിലാക്കാൻ പറ്റാണ്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ പലരും ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഉപേക്ഷിച്ചു പോയപ്പോൾ ക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പത്രോസ് ശ്ലീഹ പറയുക, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലാണ്. ഇത് ഈ കാലഘട്ടത്തില് നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. ഞങ്ങൾ ആരുടെ അടുത്തേക്ക്? പലരും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ കൂട്ടായ്മയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ബോറടിക്കുന്നുണ്ട്, ഇത് പലവട്ടം ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇത് വായിച്ചുകൊണ്ടിരിക്കുക. ഈ പോകാൻ ആഗ്രഹിക്കണ്ടോ? പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകാം. ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെയും നിർബന്ധിക്കണ്ട. നിങ്ങളും പോകാൻ ആഗ്രഹിക്കണം. പോകാൻ ആഗ്രഹിക്കാത്തവന്റെ മനസ്സിലുള്ള വാക്കാണ് എന്ത് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഇവിടുന്ന് പോയിട്ട് അങ്ങോട്ടാ പോണേ? നിത്യജീവന്റെ വചനം നിന്നിൽ നിന്നാണുള്ളത്. അതുകൊണ്ടാണ് നമ്മള് ഈ മർത്തായുടെയും മറിയത്തിന്റെയും ഉദാഹരണം നോക്കുമ്പോൾ ആ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുത്തി തൃപ്തിയായിട്ട് അവന്റെ കാൽച്ചോട്ടിലിരിക്കുക. അതിന്റെ അർത്ഥം അവർക്ക് വിശപ്പില്ല എന്നല്ല, അവർക്ക് ഈ ക്രിസ്തുവിന് വിശപ്പില്ല എന്നല്ല. പക്ഷെ ഈ വചനം പറയുകയും അത് കേൾക്കുകയും ചെയ്യുമ്പോൾ ചില വിശപ്പുകൾ മാറും എന്നുള്ളത്. അതാണ് ധ്യാനത്തിന്റെ ആന്തരിക സത്യം, അതാണ് ഉപവാസത്തിന്റെ ആന്തരിക സത്യം. ഉപവസിക്കുക എന്ന പൊരുള് അത് തന്നെയാണ്. എനിക്ക് നിന്നോടുകൂടെ കൂടെ വസിക്കുക, ഉപവസിക്കുക, കൂടെ വസിക്കുമ്പോൾ, നിന്റെ കൂടെ വസിക്കുമ്പോൾ ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാർപ്പിടം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളത് ആ ഒരു നിർവൃതിയാണ്, ആ ഒരു തൃപ്തിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്ഷണം കഴിച്ച് തൃപ്തിയാകുന്ന ആ തൃപ്തന്റെ അവസ്ഥയിലാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ ആരുടെ അടുത്തേക്കും പോണില്ല, നിന്റെ പക്കലാണുള്ളത്. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഈ താബോർമലയിൽ വെച്ച് പത്രോസ് പറഞ്ഞു. അപ്പൊ ഈ ആയിരിക്കുക, തമ്പുരാനോടുകൂടി ആയിരിക്കുക എന്നുള്ള തൃപ്തിയുടെ ഒരു ഭാഷയാണ്. ആ ഭാഷയാണ് വചന വായനയുടെ ഓരോ മനുഷ്യരിലൂടെയും പുറത്തേക്ക് വരേണ്ടത്. ആയിരിക്കുന്നത് നല്ലതാണ്, കൂടെ ആയിരിക്കുന്നത് നല്ലതാണ്. മർത്തായുടെയും മറിയത്തിന്റെ ഉദാഹരണം, അങ്ങനെ ഇരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്, അതാണ് തൃപ്തി നൽകുന്നത് എന്നുള്ളത്. ലൂക്കയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് ഈശോ അല്ല, ഞാനത് ഈശോ എന്ന് പറഞ്ഞാണ്, അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അത് നമുക്കറിയാം. അതിന്റെ പശ്ചാത്തലം എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ അനുഭവം ഷെയർ ചെയ്യുന്നു. ഈ അനുഭവത്തില് അവർ പറയുന്ന ഒരു കാര്യം, അവർക്ക് ഒരുപാട് ആകുലതകളുണ്ട്. കാരണം അവര് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ക്രിസ്തു അപ്രത്യക്ഷനായി, അല്ലെങ്കിൽ ക്രിസ്തു ഏറ്റവും പാപിയായിട്ട് പരിഗണിക്കപ്പെട്ട് ആ രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം ഏൽപ്പിച്ച്, മതദ്രോഹ കുറ്റം ഏൽപ്പിച്ച് ആരോപിച്ച് കൊല്ലപ്പെട്ടു
ഏറ്റവും നികൃഷ്ടമായ ഒരു മരണമാണ് ക്രിസ്തുവിനുണ്ടായത്. അത്രയും നാണം കെട്ട് ഗതികെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ആണ് അവർ ജീവിക്കുക. അത്രയും വലിയ ഗതികെട്ട അവസ്ഥയൊന്നും നമുക്ക് ഉണ്ടോയെന്ന് നമ്മളൊന്ന് ഗൗരവത്തിൽ ചിന്തിക്കപ്പെടേണ്ടത്. ആ ശിഷ്യന്മാരുടെ മനസ്സുകളിലേക്കാണ് ഈശോ വചനം കൊടുക്കുക. ആ വചനം കൊടുത്തപ്പോൾ ആ വചനം കൊണ്ട് അവരുടെ ഹൃദയം ജ്വലിച്ചു എന്നുള്ളതാണ്. ആ ജ്വലനമാണ് നമ്മളിലുണ്ടാകേണ്ടത്. ഈ ജ്വലനമാണ് തൃപ്തി എന്ന് പറയുന്നത്. ഒരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് വയറ് തൃപ്തിയാകും ആയി കഴിയുമ്പോൾ ഏമ്പക്കം വരുന്ന ഒരു സ്റ്റേജുണ്ട്. അത് ആ ഏമ്പക്കം വരുന്നത് പലപ്പോഴും തൃപ്തിയാകുമ്പോഴാണ്, സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് ഒരു തൃപ്തിയുടെ ഒരു സ്റ്റേജിൽ വരുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഏമ്പക്കം എന്ന് പറയുന്നത്. പക്ഷെ ഏമ്പക്കം ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഉടനെ മറിച്ച് ചിന്തിക്കും, ഇതെന്തൂട്ടത്, അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കും. ഈ വചന വായനയിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വചനം വായിച്ചു കഴിയുമ്പോൾ വെറുതെ അത്രയും സമയം പാഴാക്കി, അല്ലെങ്കിൽ എന്തോരം സമയം പോയാൽ എൻ്റെ ഒരുപാട് പണി പെൻഡിങ് ആയി, എൻ്റെ ഒരുപാട് സമയം കളഞ്ഞു. ഈ ചിന്തകള് നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥരാകും. നേരെ മറിച്ച് ഈ രണ്ട് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഈ അനുഭവം ഹൃദയത്തിന്റെ ജ്വലനത്തെ തിരിച്ചറിയുകയും ആ ജ്വലനത്തെ ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ ജ്വലനത്തെ ഒന്ന് പ്രജ്വലിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് അതിന്റെ പൊരുൾ. ഏതായാലും ഈ തൃപ്തിയുടെ പൊരുളാണ് ഇത്രയും നേരം പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇതാണ്: വചനം വായിക്കുന്ന ഓരോ മനുഷ്യരും ഭക്ഷിച്ച് തൃപ്തരാകുന്നവരാണ് എന്നാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം. അത് വിളമ്പി തൃപ്തരാകുക എന്നുള്ളത്, വിളമ്പി ധന്യരാകുക എന്നുള്ളത്. വിളമ്പി ധന്യരാകുക എന്നുള്ള പൊരുള് നമ്മൾ വായിച്ചെടുക്കപ്പെടേണ്ടത്, വചനം പ്രഘോഷിക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അതുവരെ പേടിച്ചരണ്ടിരുന്ന മനുഷ്യര് പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് പ്രസംഗിച്ചു കഴിയുമ്പോൾ പത്രോസ്ലീഹ പറയാണ്, ഞങ്ങൾ മദ്യപിച്ച് ഉന്മത്തരായതുകൊണ്ടല്ല ഇത് പ്രസംഗിക്കുന്നത്. അപ്പോ ഒരു ഉന്മത്തതയുടെ അവസ്ഥയിൽ വിളമ്പുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അവനവനെ മറന്ന്, സാഹചര്യങ്ങളെ മറന്ന് ഈ ഉന്മത്ത അവസ്ഥയിൽ വിളമ്പുക ഒരു ലഹരിയാണ് ഈ വചനത്തിന്റെ വിളമ്പല് എന്നാണ് പത്രോസ്ലീഹ പറയുക. അപ്പൊ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാല് നിനക്ക് പല ലഹരികളുണ്ടാകും. ഈ എന്നാ പറഞ്ഞ സീരിയല് കാണില്ലേ, നിന്റെ ഒരു ലഹരിയായിരിക്കും. അല്ലെങ്കിൽ പരാതികൾ പറഞ്ഞുകൊണ്ട് കിടക്കുക, അല്ലെങ്കിൽ പഴയകാല ചരിത്രം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക, അത് നിന്റെ ലഹരിയായിരിക്കും. മദ്യം നിന്റെ ലഹരിയായിരിക്കാം, അല്ലെങ്കിൽ കൊച്ചു വർത്താനങ്ങൾ നിന്റെ ലഹരിയായിരിക്കാം. ഈ ലഹരികൾക്കപ്പുറമുള്ള ഒരു വലിയ ലഹരിയിലേക്ക് പത്രോസ്ലീഹ നമ്മൾ വിളിക്കുക. എന്ത് ലഹരിയിലേക്ക്? അത് വചനത്തിന്റെ പ്രഘോഷണത്തിന്റെ ലഹരിയാണ്. ആ വചനത്തിന്റെ തൃപ്തിയാണ്, വചനം വിളമ്പുന്നതിന്റെ തൃപ്തിയാണ്. നമ്മൾ വളരെ നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാര് വളരെ സ്നേഹത്തോടെ ഭക്ഷണം പാചകം ചെയ്ത് വിളമ്പുന്ന അമ്മമാരും അല്ലാത്ത അമ്മമാരും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി തരുന്ന അമ്മമാര് വളരെ കുറച്ചേ കഴിക്കൂ. സ്നേഹമില്ലാതെ ഉണ്ടാക്കുകയും അത് വിളമ്പുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഹോട്ടലുകളിൽ നിന്ന് മേടിച്ച് വിളമ്പുകയോ ചെയ്യുന്ന അമ്മമാര് അവർ കൂടുതൽ കഴിക്കും. ആർക്കാ ആരോഗ്യം കൂടുതൽ? ആരോഗ്യം കൂടുതൽ തീർച്ചയായിട്ടും ഈ സ്നേഹത്തോടെ ഉണ്ടാക്കി വിളമ്പുന്നവർക്ക്. ഈ വിളമ്പുന്നതിന്റെ തൃപ്തി ആണ് ഈ വചന വായനയിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. സ്നേഹത്തോടെ വായിക്കുക, സ്നേഹത്തോടെ കാണുക. കാണലാണ് ഭക്ഷണം, ഇത് വായനയാണ് വിളമ്പല്. അപ്പോൾ നമ്മൾ ഈ വചനം കാണുകയും അത് വായിക്കുകയും ചെയ്യുമ്പോൾ അത് ഭക്ഷിക്കുകയും അത് വിളമ്പുകയും ചെയ്യാം. ഭക്ഷിക്കുക എന്ന് വെച്ചാൽ അകത്തേക്ക് എടുക്കുക. ഈ അകത്തേക്ക് എടുക്കുന്നത് കണ്ണിലൂടെയാണ്, എന്നിട്ട് പുറത്തേക്ക് വരുന്നത് വായിലൂടെയാണ്. അതാണ് നമ്മൾ ഈ മീഡിയകളിലൂടെ നമ്മളത് വിളമ്പുന്നത്. അപ്പോൾ ഈ വിളമ്പലിന്റെ ആസ്വാദ്യത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അവകാശപ്പെട്ടത്. ഒരു പക്ഷെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല,
നമ്മുടെ ഗ്രൂപ്പില് വചന വായനയില് സ്ത്രീകളാണ് കൂടുതൽ. കാരണം ഇത് ഉണ്ടാക്കാനും വിളമ്പാനും താല്പര്യമുള്ളവർ അവര് തന്നെയാണ്. അവർക്കാണ് ഇതിന്റെ ആസ്വാദ്യത, അവരുടെ ശാരീരിക ഹോർമോണിന്റെ പ്രത്യേകത കൊണ്ട് ഏറ്റവും അനുഭവവേദ്യമായിട്ടുള്ളത് എന്ന് തന്നെയാണ് സത്യം. ഏതായാലും അത് തെറ്റൊന്നുമല്ല, ശരി തന്നെയാണ്. അതിലേക്ക് മറ്റുള്ളവരും വരണം. മഹാത്മാഗാന്ധി നിർവഹിച്ച ഒരു വാക്യം ഞാനിപ്പോ ഈ അവസരത്തില് അച്ഛന്മാരുടെ അറിവിലേക്ക് പുരോഹിത അല്ലെങ്കിൽ പുരുഷ സന്യാസിമാരുടെയും ഒക്കെ അറിവിലേക്ക്, പുരുഷന്മാരുടെ അറിവിലേക്ക് പറയുകയാണ്. അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പുസ്തകത്തില് അദ്ദേഹം ഈ ബ്രഹ്മചര്യത്തെ വ്യാഖ്യാനിക്കുന്നു. ആ വ്യാഖ്യാനിക്കുന്ന ഒരു ഡയലോഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീ പുരുഷനാകാൻ ശ്രമിക്കുകയും പുരുഷൻ സ്ത്രീയാകാൻ ശ്രമിക്കുകയും മാനസികവും ആത്മീയവുമായിട്ട്, ശാരീരികമായിട്ടല്ല. ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത ശാരീരികമായിട്ട് സ്ത്രീ പുരുഷനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, ഭൗതികമായിട്ട്. അതോടെ തന്നെ പുരുഷൻ സ്ത്രീ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്ത്രീ പുരുഷനാകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ജീൻസ് ഇടുന്നതും പാൻറ് ഇടുന്നതും അല്ലെങ്കിൽ മുടി വെട്ടണതും ഒക്കെയുള്ള അടയാളങ്ങൾ നമ്മൾ കാണുന്നതിന്റെ പൊരുളതാണ്. നേരെ മറിച്ച് പുരുഷൻ സ്ത്രീയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പൊരുളാണ് മുടി ചുറ്റി വളർത്തുന്നതും കമ്മലിടുന്നതും മൂക്കുത്തി ഇടുന്നതും വളയിടുന്നതും ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ചകൾ. അത് കോപ്രായങ്ങളാണ്. കോപ്രായങ്ങളല്ല, അത് ഹോർമോൺ ചേഞ്ച് വന്നതിന്റെ വൈകൃതങ്ങളാണ്. പക്ഷെ അതല്ല, മാനസികവും ആത്മീയവുമായിട്ട് സ്ത്രീ പുരുഷനിലേക്കും പുരുഷൻ സ്ത്രീയിലേക്കും വളരുക എന്നുള്ളതാണ് യഥാർത്ഥ ബ്രഹ്മചര്യം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു വെക്കുകയാണ്. അത്രയും മനോഹരമായൊരു ഡെഫിനിഷൻ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എൻ്റെ വായന ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനോഹരമായ ഡെഫിനിഷൻ. സ്ത്രീ പുരുഷനാകാൻ മാനസികവും ആത്മീയമായിട്ട് ശ്രമിക്കുക. ശാരീരികമായിട്ട് ഒരിക്കലും പാടില്ല. ശാരീരികമായിട്ട് ശ്രമിക്കുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ നമ്മൾ അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാരീരികമായിട്ടല്ല ശ്രമിക്കേണ്ടത്, വികാരപരമായിട്ടല്ല ശ്രമിക്കേണ്ടത്, വികാരവും ശാരീരികവുമായിട്ടല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് മാനസികവും ആത്മീയവുമായിട്ട് പുരുഷൻ സ്ത്രീയാവുകയും സ്ത്രീ പുരുഷനാവുകയും ചെയ്യുന്ന സാധനയുടെ പേരാണ് ബ്രഹ്മചര്യം എന്നാണ് ഗാന്ധി നിർവഹിച്ചു വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഏറെ ഇരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുള്ളതാണ്, ഇത് വിളമ്പലിന്റെ ആസ്വാദ്യതയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കപ്പെടേണ്ട ഒരു കാര്യം, എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കാണ്. 6-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വായ തുറക്കുമ്പോൾ വചനം അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ രഹസ്യം, വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം പ്രഘോഷിക്കാനും. ഇത് വിളമ്പലിന്റെ ആസ്വാദ്യത. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ ജീവിച്ചവനാണ്. ആ പൗലോസ് അപ്പോസ്തലൻ ആത്മീയമായി സ്ത്രീത്വത്തിലേക്ക് ഒരു പടി കൂടി കടന്ന് മാതൃത്വത്തിലേക്ക്, തൻ്റെ ശ്രോതാക്കളെ മക്കളെ എന്ന് വിളിക്കാൻ മാത്രമുള്ള സ്ത്രൈണതയുടെ മൂർത്തിമഭാവമായ മാതൃത്വത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ വളർന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഭാഷയാണിത്. ഞാൻ വായ തുറക്കുമ്പോൾ വചനം കിട്ടണം, അത് പ്രഘോഷിക്കണം. അപ്പോ വിളമ്പല് വചനമാകണം. ആ വിളമ്പലിന്റെ പൗലോസ് അപ്പോസ്തലൻ എന്ത് പീഡ സഹിക്കാനും തയ്യാറാണ്. പുള്ളി എണ്ണി ഒരുപാട് പീഡകൾ പറയുന്നുണ്ട്. ആ പീഡകൾ പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലന് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ വായ തുറക്കുമ്പോൾ വചനം ഉണ്ടാകണം. അതാണ് വിളമ്പലിന്റെ സുഖം. വചന വായനയിലൂടെ നമ്മൾ ഈ വിളമ്പലാണ് നടത്തപ്പെടുക. ഈ വിളമ്പലിന്റെ സുഖമാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ധന്യതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ധന്യത. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തില് പറയുകയാണ്, യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. ഈ എല്ലാ സൃഷ്ടികളും എന്ന് പറയുന്നത് അല്പം ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്യും, കാരണം അതിന്റെ അർത്ഥം അല്പം പെശക. കാരണം എല്ലാ സൃഷ്ടികളും എന്ന് വെച്ചാല് ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതാണ് സൃഷ്ടി. മനുഷ്യൻ ഉണ്ടാക്കുന്നതൊന്നും സൃഷ്ടിയല്ല, ദൈവം ഉണ്ടാക്കിയതാണ് സൃഷ്ടി. അപ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഞാനൊരല്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അത് ഈ കാലത്തിന്റെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ അതിനൊന്ന്
ഒന്ന് മാമോദിസ മുക്കിയെടുക്കണം. ഈ കാലഘട്ടത്തില് സോഷ്യൽ മീഡിയയാണ് ഏറ്റവും വലിയ തിന്മയുടെ ഉറവിടവും പ്രചാരകരും ഒക്കെ ആയിരിക്കുക. പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മേഖലയാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയിലൂടെ ഈ വചനവായന നടത്തപ്പെടുമ്പോൾ ഈ സോഷ്യൽ മീഡിയയോടും നമ്മൾ വചനം പ്രഘോഷിക്കുക. ഒട്ടേറെ തിന്മകൾ ഒരു വശത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുമ്പോൾ ആ തിന്മയ്ക്ക് ഉപോത്ബലകമായ നന്മ ഈ വചനവായനയിലൂടെ നടക്കപ്പെടുന്നു എന്നർത്ഥം. ഇത് വിളമ്പലിന്റെ ഉത്സവമാണ്. ഇത് വിളമ്പലിന്റെ സദ്യയാണ്. ഇത് വിളമ്പലിന്റെ ആഘോഷമാണ്. ഇവിടെ ഈ സദ്യയും ഭക്ഷണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സദ്യ എന്ന് പറയുന്നത് ആർഭാടമായ ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന് നിലനിൽക്കാൻ ആവശ്യമായ മിനിമം കാര്യമാണ്. അപ്പോ ഈ വിളമ്പല് സദ്യയാണ്. വചന വായന സോഷ്യൽ മീഡിയയിലൂടെ നടത്തുമ്പോൾ അത് സദ്യയാണ്. കാരണം ഈ ലോകത്തിൽ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും ഉദാത്തമായ, പോഷകമുള്ള, ഏറ്റവും രുചികരമായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായില് നാവില് തേൻ മധുരിക്കുന്ന അത്രയും മധുരമായ ഭക്ഷണമാണ് നമ്മൾ വിളമ്പുന്നത്. അപ്പൊ ഇത് വിളമ്പാനായിട്ട് വിളിക്കപ്പെട്ടു എന്നതില് നമുക്ക് അഭിമാനിക്കാം. സമയം കുറച്ചായതുകൊണ്ട് നിർത്തുകയാണ്. ഈ വചനത്തിന്റെ ചുരുക്കി പറഞ്ഞ പൊരുൾ ഇതാണ്: വചനം കാണുന്നു, ആ വാക്ക് അക്ഷരങ്ങൾ നമ്മൾ കാണുന്നു, അത് നമ്മൾ കണ്ണിലൂടെ എടുക്കുന്നു, അത് ഭക്ഷിക്കുന്നു, ആ ഭക്ഷണം വായനയിലൂടെ പുറത്തേക്ക് വരുന്നു. ഈ ഭക്ഷിക്കലും വിളമ്പലും, വചനം കാണലും വായനയും, അത് ഒരേ സമയം ഭക്ഷിച്ച് തൃപ്തരാകലും വിളമ്പി ധന്യരാകലുമാണ്. ആ ഒരു ധന്യ പദവിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ. ഈ വചനം വായിച്ച് തൃപ്തരാകാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഈശോ വിജയിക്ക് സ്തുതിയായിരിക്കും. നമുക്ക് ഏതാ വചനം വായിച്ചു തുടങ്ങണ്ടേ? നമുക്ക് വചന സന്ദേശം നൽകി നമ്മൾ ധന്യരെ. അച്ഛാ ഒരു നിമിഷം, നമുക്ക് നമ്മുടെ അച്ഛന് നന്ദി പറയുന്നതിന് വേണ്ടി റീന PTA ക്ഷണിച്ചുകൊള്ളുന്നു. റീന ഞാനിവിടെ ഉണ്ട്. പറഞ്ഞോളൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തത്. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സമയം കിട്ടുമ്പോഴെല്ലാം ഈ ഗ്രൂപ്പിൽ വന്നു ചേരുക, ശരിക്കും ഇതൊരു ലഹരി തന്നെയാണ് എനിക്ക്. പീറ്റർ കോയിക്കരച്ചൻ വളരെ നന്നായി തന്നെ, ഞാൻ കുറെയൊക്കെ എഴുതിയെടുത്തു, പക്ഷെ എല്ലാം നമുക്കങ്ങ് സത്യം പറഞ്ഞാൽ അങ്ങ് ഗ്രഹിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അച്ഛൻ പറയുന്നത്. ഞാൻ എന്തൊക്കെയാണോ ഗ്രഹിച്ചത് അതെല്ലാം ഞാൻ എഴുതിയെടുത്തു. അച്ഛൻ ആദ്യമേ തന്നെ പറഞ്ഞു, ദൈവമക്കളുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ എന്താണോ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ അൽഫോൻസമ്മയുടെ ആത്മീയ ഗുരു വിശുദ്ധനാകുന്നതിന് മുമ്പേ വിശുദ്ധ അൽഫോൻസമ്മ വിശുദ്ധയായി. പിന്നീട് അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്നെ സ്പർശിച്ചത്, ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയുന്നു, നമ്മുടെ ദൗത്യം എന്താണെന്ന് നമ്മൾ അറിയുന്നു, ആ ദൗത്യം നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതും അറിയാൻ സാധിക്കുകയാണ്. പിന്നെ വചനം ഒരു അന്നമാണ്. ഒരു ദൈവമക്കളുടെ നല്ല ജീവിതത്തിന് ഈ വചനം അത്യന്താപേക്ഷിതമാണ്, വചന വായന. അതുകൂടാതെ അച്ഛൻ പറഞ്ഞു, നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്
ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ്, ആഹാരം, വസ്ത്രം, പാഠം. ഈ ബേസിക് നീഡ്സ് ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ ആത്മഹത്യ പ്രവണത കൂടുതൽ. ഒരു ദുഃഖത്തിനൊരു സന്തോഷം ഉണ്ടാകും, ഒരു മഴയുണ്ടായാൽ അതിനൊരു തോർച്ചയുണ്ടാകും എന്ന് ഒരു വ്യക്തിക്ക് തോന്നണമെങ്കിൽ അതിന് ആത്മീയമായിട്ട് പിടിച്ചു നിൽക്കുന്ന എന്തെങ്കിലും വേണം. വചനവായന അതിന് നന്നായി സഹായിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനുഭവവേദ്യമാക്കുന്നതാണ് ഇതെല്ലാം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില കൊട്ടേഷൻസ് ഒക്കെ എടുത്തിട്ടാണ് അച്ഛൻ അത് കമ്പയർ ചെയ്ത് നമ്മളോട് പറഞ്ഞത്. വചനത്തിനോട് ബന്ധപ്പെട്ട കൊട്ടേഷൻസ് അച്ഛൻ എടുത്തു, എന്നിട്ട് അത് കമ്പയർ ചെയ്ത് പറഞ്ഞു. അച്ഛൻ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക്. അതായത് ഈ ജീവിതത്തിന്റെ വ്യഗ്രതയില് ഞങ്ങൾ ഓടി നടക്കുന്നു. ആ ഓടി നടക്കുന്ന വ്യഗ്രതയില് ഇതെല്ലാം ഞങ്ങൾക്കൊരു ആശ്വാസമാണ്. ഈ വചനങ്ങളെല്ലാം അച്ഛന്റെ ഈ മണിക്കൂറുകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സംഘടന സമയത്തെല്ലാം ഒരു പിടിച്ചു നിൽക്കാനുള്ള വിലപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തന്നു. വളരെയധികം നന്ദിയുണ്ട്. ഞാനിത് നീട്ടുന്നില്ല, കാരണം വചനം വായിക്കേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കിയ പലരും ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾക്ക് ഇതിനകത്തോട്ട് ഇൻവോൾവ് ആക്കിയ പലരും ഉണ്ട്. അതൊക്കെ ദൈവത്തിന്റെ ഓരോ പ്രചോദനമാണ്. അവർക്ക് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇതിന്റെ ഹോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, കോ ഹോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, അതുപോലെ സിസ്റ്റേഴ്സ്, മറ്റ് അൽമായര്, അച്ഛന്മാര്, എല്ലാ വിഭാഗത്തിലുള്ളവരുണ്ട് ഇതിനകത്ത്. എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ആരും ഇത് വേസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഈ സമയം, രാത്രി, ഈ സായാഹ്നം ദൈവവചനത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളത്. അപ്പോ അച്ഛനെ ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അതുകൂടാതെ ഇതിന് മുൻകൈ എടുക്കുന്ന ചെറിയാൻ ചേട്ടന് നന്ദി പറയുന്നില്ല. അനുഗ്രഹങ്ങളുടെ പൂമഴ ഇനിയും ഉണ്ടാകും, അതിനൊന്നും യാതൊരു സംശയമില്ല. കാരണം കുറെ പേരെ ഇതിലോട്ട് കൊണ്ടുവരാനും അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തില് നല്ലൊരു ആത്മീയത രൂപപ്പെടുത്താനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അനുഗ്രഹങ്ങളുടെ ഒരു ദിവസങ്ങളാണ് ഇതെല്ലാം. ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നു തുടങ്ങി അത് നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോ എങ്ങനെയത് പറഞ്ഞു മനസ്സിലാക്കണ്ടേന്ന് എനിക്കറിയില്ല. അതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു വേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതാ നമുക്ക് വായിച്ചു തുടങ്ങണ്ടേ? ഹലോ, ഒരു മിനിറ്റ് ടീച്ചറെ പറയാമോ? എന്നോടാണോ? അതെ, ബീന ടീച്ചറാ. അവസാന ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ടായില്ല ഒരാള്. 1 പത്രോസ് 3 അധ്യായം തൊട്ട്. 1 പത്രോസ് 3 അധ്യായം. ഓക്കെ. പത്രോസ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം. ഒന്നുകൂടിയുള്ള വാക്യങ്ങള്. ദമ്പതിമാരുടെ കടമ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്.
ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സഹോദരരോടുള്ള കടമ. അവസാനമായി നിങ്ങൾ എല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ. സമാധാനം കാക്ഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. എന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെയും നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. പീഡനത്തോടുള്ള സമീപനം. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവൻ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആത്മാവോടുകൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമാർജനമല്ല, മറിച്ച് ശുദ്ധ മനസ്സാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു ആകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരികളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടിരിക്കുമെങ്കിൽ. 3-ാമത്തെ അധ്യായം അവസാനിച്ചു. 4-ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങട്ടെ? തുടങ്ങിക്കോളൂ. 4-ാം അധ്യായം. ദൈവകൃപയുടെ കാര്യസ്ഥൻ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവന്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടുവെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു.
ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആതിഥ്യമര്യാദ പാലിക്കുവിൻ. ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. ക്രിസ്തീയ സഹനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഫലമേൽപ്പിക്കട്ടെ. അധ്യായം 5. ശ്രേഷ്ഠന്മാർക്ക് ഉപദേശം. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലം ആയിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസികൾക്ക് ഉപദേശം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തത്തോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ടെന്ന് അറിയുകയും ചെയ്യുവിൻ. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റെതായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ അവലംബിക്കുന്ന ദൈവകൃപ സത്യമായിട്ടുള്ളതാണെന്ന് ഉപദേശിക്കാനും സാക്ഷ്യപ്പെടുത്താനുമായി വിശ്വസ്ത സഹോദരനായി ഞാൻ കണക്കാക്കുന്ന സിൽവാനോസ് വഴി ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു. നിങ്ങളെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലോണിലെ സഭയും എന്റെ പുത്രനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. സ്നേഹചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം. അഭിവാദനം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ശിമിയോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിനെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. ക്രൈസ്തവന്റെ വിളി. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ട് സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവേൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമർത്ഥമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവും സഹായിക്കും. ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഈ കൂടാരത്തിലായിരിക്കുന്നിടത്തോളം കാലവും ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എന്റെ വേർപാടിന്റെ സമയം അടുത്തിരിക്കുന്നു. എന്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും. മഹത്വത്തിന് സാക്ഷികൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ അവന്റെ ശക്തിപ്രഭാവത്തിന്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രഭാവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധമലയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്.
വ്യാജ പ്രവാചകന്മാർ. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് 7 പേരോടുകൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു. സൊദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവമേ ഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്ന അവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ മധ്യ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അതവന്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു. ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു. പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും മഹിമയണിഞ്ഞവരെ ദുഷിക്കാൻ പോലും മടിക്കാത്തവരാണ് അവർ. ബലത്തിലും ശക്തിയിലും അവരെക്കാൾ വലിയവരായ ദൂതന്മാർ പോലും കർത്താവിന്റെ സന്നിധിയിൽ അവർക്കെതിരായി അവമാനകരമായ വിധി പറയുന്നില്ല. കൊല്ലപ്പെടുന്നതിന് മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണ് അവർ. തങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ദൂഷണം പറയുന്നു. മൃഗങ്ങളുടെ നാശം തന്നെ അവർക്കും വന്നുകൂടും. അവർക്ക് തിന്മയ്ക്ക് തിന്മ പ്രതിഫലമായി ലഭിക്കും. പട്ടാപ്പകൽ മധുരോത്സവത്തിൽ മുഴുകുന്നത് അവർ ആനന്ദപ്രദമായി എണ്ണുന്നു. നിങ്ങളോടൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കുടിച്ച് മതിച്ചുകൊണ്ട് വഞ്ചന പ്രവർത്തിക്കുന്നു. അവർ കളങ്കവും വൈകല്യവും നിറഞ്ഞവരാണ്. വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ. അവർ ചഞ്ചലമനസ്കരെ വശീകരിക്കുന്നു. അവർ അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിന്റെ സന്തതികളുമാണ്. നേർവഴിയിൽ നിന്ന് മാറി അവർ തിന്മ ചെയ്തു. ബേവോറിന്റെ പുത്രനായ ബാലാമിന്റെ മാർഗമാണ് അവർ പിന്തുടർന്നത്. അവനാകട്ടെ തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവനാണ്. അവന്റെ തെറ്റിനുള്ള ശാസനം അവന് ലഭിച്ചു. ഒരു ഊമക്കഴുത മനുഷ്യസ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ഭ്രാന്തിന് അറുതി വരുത്തി. അവർ വെള്ളമില്ലാത്ത അരുവികളും കൊടുങ്കാറ്റിനാൽ തുരത്തപ്പെടുന്ന മൂടൽമഞ്ഞുമാണ്. അവർക്കായി അന്ധകാരത്തിന്റെ അധോലോകം കരുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ തെറ്റിൽ ശിക്ഷിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷ പ്രാപിച്ചവരെ വ്യർത്ഥമായ വാഗ്ധോരണി കൊണ്ട് വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ പ്രലോഭിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിന്റെ അടിമകളാണ്. കാരണം ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷപ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. കർത്താവിന്റെ പ്രത്യാഗമനം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന 2ാമത്തെ ലേഖനമാണല്ലോ ഇത്. ഈ 2 ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ്. വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയും
നിങ്ങൾ അനുസ്മരിക്കുവിൻ. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നല്ലോ. ദൈവത്തിന്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നുമുള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു. വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിന്റെയും ദിനത്തിൽ അഗ്നിക്ക് ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വരെ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചലമനസ്കരമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അധ്യായം 1, ജീവന്റെ വചനം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും ഇവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ ഇത് എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. ദൈവം പ്രകാശമാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. അധ്യായം 2, നമ്മുടെ മധ്യസ്ഥൻ. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്.
എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് നാം അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവരിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. പുതിയ കൽപ്പന. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, ആരംഭം മുതൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ. ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെ കുറിച്ചാണ്. അത് അവനിലും നിങ്ങളിലും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവന്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ക്രിസ്തുവിന്റെ വൈരികൾ. കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത്. അവർ നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോടുകൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ അവരാരും നമുക്കുള്ളവരെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സത്യം അറിയായതുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, നിങ്ങൾ സത്യം അറിയുന്നത് കൊണ്ടും വ്യാജമായതൊന്നും സത്യത്തിൽ നിന്നല്ലാത്തത് കൊണ്ടുമാണ്. യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരോ അവനാണ് അന്ത്യക്രിസ്തു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവും ഉണ്ടായിരിക്കും. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിനും നിലനിൽക്കും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. നാം ദൈവമക്കൾ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും.
ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാമും അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. പരസ്പരം സ്നേഹിക്കുവിൻ. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്, നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായനെ പോലെ ആകരുത്. എന്ത് കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തന്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തന്റെ സഹോദരന്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയിരുന്നത് കൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായം അറിയിക്കുന്നവനെ കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവന്റെ കൽപ്പന. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു. അധ്യായം 4. സത്യാത്മാവിനെ വിവേചിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തുവിന്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റെതാണ്. അതുകൊണ്ട് അവർ പറയുന്നു ലൗകികമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമുക്ക് വാക്ക് ശ്രമിക്കുന്നു.
ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിന്റെ ആത്മാവിനെയും അസത്യത്തിന്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവം തന്റെ ആത്മാവിൽ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു. അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. അധ്യായം 5. ലോകത്തെ ജയിക്കുക. യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മക്കളെ സ്നേഹിക്കുന്നുവെന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ക്രിസ്തുവിന് സാക്ഷ്യം. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണ് ഉള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് തന്റെ പുത്രനെ കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായക കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം: ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല, നിത്യജീവൻ. ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്നും നമുക്കറിയാം. മരണത്തിന് അർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ദൈവം ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്. മരണാർഹമായ പാപമുണ്ട്, അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അധർമ്മവും പാപമാണ്, എന്നാൽ മരണാർഹമല്ലാത്ത പാപവുമുണ്ട്.
ദൈവത്തിൽ നിന്ന് ജനിച്ച് ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നാം ദൈവത്തിൽ നിന്ന് വന്നവരാണെന്നും നാം ദൈവത്തിൽ നിന്ന് ഉള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപിനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലും ആണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലേക്ക് മരിച്ചവരിൽ നിന്ന് മൂന്നാം നാളെ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിന്റെ അടുത്ത് പാർത്തിരിക്കുന്നു. അവിടെ നിന്ന് യോഹന്നാൻ തിരഞ്ഞെടുക്കും അവളുടെ മക്കൾക്കും സഭാശ്രേഷ്ഠൻ എഴുതുന്നത്, നമ്മിൽ വസിക്കുന്നതും എക്കാലത്തും നമ്മോടത്തുണ്ടായതുമായ സത്യത്തെ മുൻനിർത്തിയും സത്യത്തിന്റെ പേരിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ മാത്രമല്ല, സത്യമറിയാവുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. സത്യവും സ്നേഹവും. പിതാവിൽ നിന്നും നാം സ്വീകരിച്ച കൽപ്പനയ്ക്ക് അനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ടു. ഞാൻ അത്യന്തം സന്തോഷിച്ചു. അല്ലയോ ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, ഒരു പുതിയ കൽപ്പനയായിട്ടല്ല, ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാനിത് എഴുതുന്നത്. നാം പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നേഹം. നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണിവർ. അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കും. ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവരെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. ഇനി വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട്, എങ്കിലും അതിന് കടലാസും മഷി ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മുഖാഭിമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു. യോഹന്നാനെതിരെ മൂന്നാം ലേഖനം. അഭിവാദനം. സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിനെ എഴുതുന്നത്, വാത്സല്യഭാചനമേ, നിന്റെ ആത്മാവും ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവനായിരിക്കട്ടെ എന്നും അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല. പ്രശംസയും ശാസനവും. വാത്സല്യമെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ്. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ ആഗ്രഹിക്കുന്നത് നന്നായിരിക്കും.
കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.